ഹായ്, ഈ വീഡിയോയ്ക്കകത്തിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് SAPയുടെ കോഴ്സ് മൊഡ്യൂളാണ്. ആദ്യം നമുക്ക് SAP GUI എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. SAP GUI ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ സോഫ്റ്റ്വെയർ SAPയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫയൽ ഒരു കംപ്രസ്ഡ് ഫയലായിരിക്കും. അതിനെ നമ്മൾ WinRAR ഇട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന വരുന്ന ഫസ്റ്റ് ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിനകത്തിൽ +1 എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിനെ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് കാണുന്ന ഓപ്ഷനിൽ നിന്ന് GUI എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വിൻഡോസ് ഫോൾഡർ, നെക്സ്റ്റ് Win32 ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കാണുന്ന വിൻഡോയ്ക്കകത്തിൽ സെറ്റപ്പ് ഓൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റപ്പ് ഫയലുണ്ട്, അത് നമ്മൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെലക്ട് ഓൾ എന്ന് പറയുന്ന ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഫയൽ കോപ്പിങ്ങിൻ്റെ വിൻഡോ കാണാൻ പറ്റും. ആ വരുന്ന ഇൻസ്റ്റാൾ സ്റ്റെപ്പ് 100% കംപ്ലീറ്റ് ആകുമ്പോൾ ഫിനിഷ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SAP GUI ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിയും. അതിനുശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന SAP ലോഗോൺ എന്ന് പറയുന്ന ഐക്കണെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന SAP ലോഗോൺ എന്ന് പറയുന്ന വിൻഡോയിൽ ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ വിൻഡോ വരുന്ന കാണാൻ പറ്റും. ക്രിയേറ്റ് ന്യൂ സിസ്റ്റം എൻട്രി എന്നായിരിക്കും. അവിടെ യൂസർ സ്പെസിഫൈഡ് സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ കാണാൻ പറ്റുന്ന ആ പുതിയ വിൻഡോയ്ക്കകത്തിൽ കണക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ കസ്റ്റമർ ആപ്ലിക്കേഷൻ സെർവർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ കാണുന്ന സിസ്റ്റം കണക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സാധനത്തിൽ ഡിസ്ക്രിപ്ഷനെ ആപ്ലിക്കേഷൻ സെർവറെ ഇൻസ്റ്റൻസ് നമ്പർ സിസ്റ്റം ID SAP റൗട്ടർ സ്ട്രിംഗ് എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഈ വരുന്ന ഫീൽഡുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി SAPയുടെ സെർവർ ലൈസൻസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഈ ലൈസൻസ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി 1 മന്ത് ലൈസൻസ് കിട്ടും, 2 മന്ത്, 3 മന്ത്, 6 മന്ത്, 1 ഇയർ ആൻഡ് 2 ഇയർ ആൻഡ് എബോവ് ലൈസൻസ് നമുക്ക് അറ്റ് എ ടൈമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ലൈസൻസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോ മെയിൽ IDയിലോ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത്രയും ഫീൽഡ് നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ദെൻ ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി SAPക്കകത്തെ ന്യൂ യൂസർ എൻട്രി നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ കാണുന്ന വിൻഡോയ്ക്കകത്തിൽ നമ്മുടെ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ലോഗോൺ ബട്ടനെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ SAPയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പേ ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ഓൾറെഡി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് SAP ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ GUIയുടെ ID വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ SAPയുടെ ലൈസൻസ് 1 മന്ത് 2 മന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ലൈസൻസിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് റിന്യൂ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് SAPയുടെ ഇൻസ്റ്റാളേഷൻ സെക്ഷൻ അടങ്ങിയ പാർട്ട് 1 വീഡിയോ ആണ്. നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ മുതൽ SAPയുടെ ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തുടർന്ന് വരുന്ന വീഡിയോകൾ കാണുന്നതിനും മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുക.